മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കും CMRLനുമെതിരായ കേസ് CMRLനെതിരായ കേസല്ല, മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയെ അതിൽ ഉൾപ്പെടുത്തിയത്, വീണയുടെ എക്സാലോജിക്കിനെ അതിൽ ഉൾപ്പെടുത്തിയത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായൊരു കേസാണ് എന്ന് വാദിക്കുകയാണ്, വരുത്തി തീർക്കുകയാണ് CPM. അപ്പോൾ CPIയുടെ കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്നുള്ളത് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സംഗതിയാണ്. ഇന്നലെ ബിനോയ് വിശ്വം അതിനകത്ത് പ്രതികരിച്ചത്, മകളുടെ കേസ് അല്ലെങ്കിൽ മകളുടെ കമ്പനി മറ്റൊരു കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല, പക്ഷേ മുഖ്യമന്ത്രിയെ ഞങ്ങൾ സംരക്ഷിക്കും, മുഖ്യമന്ത്രിക്കെതിരെയുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ്, പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല എന്ന് ഇന്നലെ ബിനോയ് വിശ്വം പറയുന്നു. ഇന്നിപ്പോൾ മന്ത്രി ശിവൻകുട്ടി അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ളൊരു പരാമർശം നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ വലിയ ഉത്കണ്ഠ CPIക്കോ ബിനോയ് വിശ്വത്തിനോ വേണ്ടതില്ല, അത് CPMും മുഖ്യമന്ത്രിയും നോക്കിക്കോളും, നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നു. വീണ്ടും ബിനോയ് വിശ്വം പറയുന്നു അത് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഒരു നിലപാട് തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇക്കാര്യത്തിൽ CPIക്ക് ഒരു വിയോജിപ്പുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, മുറുമുറുപ്പുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവഗതികൾ എന്നതാണ് ഒരു വിഷയം. അപ്പോൾ അതുകൂടി സംസാരിക്കുകയാണ് നമ്മൾ. എങ്ങനെയാണ് നൗഫൽ ഈ SFI അന്വേഷണത്തിന് ശേഷമുള്ള CPMൻ്റെ നീക്കങ്ങൾ, ഇപ്പോൾ LDFനകത്തെ പ്രതികരണങ്ങൾ, CPIക്ക് കാര്യമായ ഒരു അഭിപ്രായ വ്യത്യാസത്തിനകത്തുണ്ട് എന്നതാണോ പ്രതികരണം തെളിയിക്കുന്നത്? ബിനോയ് വിശ്വത്തിന് അദ്ദേഹത്തിന് പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മുന്നണിയിൽ നിൽക്കുന്ന, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഒരു മുന്നണിയിൽ നിൽക്കുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പറയാവുന്നതിൽ ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഈ കേസ്, വീണയ്ക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും CPI അത് തന്നെ പറയണം. പക്ഷേ CPI അത് പറഞ്ഞില്ല, രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്ന് പറഞ്ഞില്ല. പക്ഷേ മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത് ഈ അന്വേഷണ ഏജൻസി കേസ് രാഷ്ട്രീയ പ്രേരിതമാക്കി മാറ്റുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഇടപെടും എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അത് ഒരു തരത്തിൽ വളരെ ഒരു കോമഡി സെൻറ്റൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരു അന്വേഷണ ഏജൻസി അല്ലല്ലോ ഒരു കേസ് രാഷ്ട്രീയ പ്രേരിതമാക്കുന്നത്, ഭരണകൂടമാണല്ലോ, അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണല്ലോ രാഷ്ട്രീയ പ്രേരിതമായ കേസുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രം മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഈ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമാകും എന്ന് തന്നെ നമുക്ക് അതേ മുന്നണിയിൽ ഒരു പാർട്ടിക്ക് പറയുന്നതിന് ഒരു തടസ്സവുമില്ലല്ലോ. പക്ഷേ അപ്പോഴും ബിനോയ് വിശ്വം മകളുടെ നേരെയുള്ള കേസിനെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഇപ്പോൾ പറയാനാവില്ല, കുറച്ച് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ നേരെ വരുമ്പോൾ പറയാം എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിയോജിപ്പതിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹം ഡയറക്റ്റായി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അദ്ദേഹം പറയുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അപ്പോഴും അദ്ദേഹം വിവാദമുണ്ടാക്കുന്നത്, ഭിന്നിപ്പുണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് എന്ന് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനിടെ ശിവൻകുട്ടി ബിനോയ് വിശ്വത്തിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അത് പത്രങ്ങളിൽ പലരും ഭിന്നത എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുമ്പോഴും CPM ഔദ്യോഗികമായോ മുഖ്യമന്ത്രിയോ ഒന്നും തന്നെ ഇതിൽ പ്രതികരിച്ചിട്ടില്ല. അപ്പോഴാണ് ശിവൻകുട്ടി ഇങ്ങനെ പ്രതികരണവുമായി വരുന്നത്, ബിനോയ് വിശ്വം ഇങ്ങനെ പ്രതികരിച്ചിട്ട് ശരിയായിട്ടില്ല എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രിയുടെ വാദമുണ്ടല്ലോ, അതായത് നേരത്തെ കോടിയേരിയുടെ മകനെതിരെ കേസ് വന്നപ്പോൾ കോടിയേരിക്കെതിരെ രംഗത്ത് വന്നതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾ കേസിൽപ്പെടുമ്പോൾ ആരും രംഗത്ത് വരുന്നില്ല CPMൽ എന്നുള്ളതാണ് ഇതിൽ പ്രശ്നം. മുഖ്യമന്ത്രി ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, മകൾ മറ്റൊരു സ്വതന്ത്ര വ്യക്തിയാണ്. മുഖ്യമന്ത്രി ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വതന്ത്ര വ്യക്തിയാണ്, മുഖ്യമന്ത്രി ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, DGPയും ADGPയും ഒരു താനുമായ ഒരു ബന്ധവുമില്ലാത്ത സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആ വാദത്തെ രാഷ്ട്രീയ കേരളം എന്തായാലും തള്ളിപ്പറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് CPIക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് CPI മുഖ്യമന്ത്രിയുടെ കൂടെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പറയാനുള്ള ഒരു ചെറിയ ധൈര്യമെങ്കിലും അവർ കാണിക്കുന്നത്. അതിൽ ഒരു കൃത്യമായ മെസ്സേജ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് പറയാവുന്നതിൻ്റെ പരമാവധി ഈ കേസിൽ പറഞ്ഞിട്ടുണ്ട്. ജിംസ്, രാജ്യത്തേക കമ്മ്യൂണിസ്റ്റ് ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി പരമാവധി സഹിക്കുകയാണ് CPI എന്ന് ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണങ്ങളിൽ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ടോണുണ്ടോ? രണ്ട് രീതിയിൽ നമുക്കതിനെ കാണാം. സേഫ് പറഞ്ഞ രീതിയിലും കാണാം, മറ്റൊരു രീതിയിൽ കൂടി കാണാം. ഒരു ഉദാഹരണത്തിന് CPI ഇപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും അതിശക്തമായൊരു ക്രിട്ടിക്കൽ ഇൻസൈഡറാണ് CPI LDFൽ. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അനീതി എന്ന് തോന്നുന്ന പല കാര്യങ്ങളെയും CPI ആ മുന്നണിക്കിൽ നിന്ന് എതിർത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് മാവോയിസ്റ്റ് വേട്ടയുടെ കാര്യത്തിലാണെങ്കിൽ അത് മലപ്പുറത്ത് കിടന്ന കരുളായി വനത്തിൽ നടന്നതാണെങ്കിലും അട്ടപ്പാടിയിൽ നടന്നിട്ടാണെങ്കിലും അതിൽ വളരെ സ്ട്രോങ് ആയ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചു CPI. UAPA കേസുകളുടെ കാര്യത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ
പല കാര്യങ്ങളിലും ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർ എന്ന ജോലി CPI ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് ഒരു 2017-18 കൂടി അന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന അന്തരിച്ച കാനം രാജേന്ദ്രൻ അദ്ദേഹം ആ നിലപാട് മയപ്പെടുത്തുന്നതാണ് കാണുന്നത്. അങ്ങനെയുള്ളൊരു വിമർശനം അവസാനിപ്പിക്കുന്നു. പരസ്യമായ വിമർശനം സർക്കാരിനെതിരെ നടത്തുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കാനം എന്ന് പറഞ്ഞാൽ കാനം രാജേന്ദ്രൻ CPI സംസ്ഥാന സെക്രട്ടറി ആവുന്നതിന് മുമ്പ് തന്നെ LDFിലെ ഒരു വിമത ശബ്ദമായിരുന്നു. അത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണെങ്കിൽ പോലും VSൻ്റെ കാലത്ത് വന്ന പല പദ്ധതികൾക്കെതിരെയും വ്യവസായ വകുപ്പിൻ്റെ പല പദ്ധതികൾക്കെതിരെയും അതിശക്തമായ നിലപാട് സ്വീകരിച്ച തൊഴിലാളി നേതാവായിരുന്നു കാനം രാജേന്ദ്രൻ. പക്ഷേ കാനം രാജേന്ദ്രൻ്റെ ഒരു മെറ്റാമോർഫോസിസ് നമ്മൾ കാണുന്നത് വളരെ പെട്ടെന്ന് അദ്ദേഹം ആ പോരാട്ടമൊക്കെ അവസാനിപ്പിക്കുകയും സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പോലും തുടർന്ന പോരാട്ടം വളരെ പെട്ടെന്ന് അവസാനിക്കുന്നു. പിന്നീട് അദ്ദേഹം രോഗബാധിതനായി മരിക്കുന്നു. ഇപ്പോൾ ബിനോയ് വിശ്വത്തെക്കുറിച്ച് നമ്മളങ്ങനെ അമിത പ്രതീക്ഷ, ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർ എന്നുള്ളൊരു അമിത പ്രതീക്ഷ വയ്ക്കേണ്ട കാര്യമില്ല. ഒന്ന് വ്യക്തിപരമായി അദ്ദേഹം വളരെ സൗമ്യനായ ഒരു മനുഷ്യനാണ്, വളരെ സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. നിലപാടുകൾ, ഉറച്ച നിലപാടുകളൊക്കെ ഉള്ളതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടുകളെ വളരെ ഉറച്ച ശബ്ദത്തിൽ പറയുമ്പോഴും അദ്ദേഹം വളരെ സൗമ്യനായ ഒരു വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ CPIയുടെ പ്രവർത്തകർ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഉയർന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ വലിയ തോതിലുള്ള അസംതൃപ്തി ആ നേതൃത്വത്തിനെതിരെ CPIക്ക് അകത്തുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPIയുടെ ഒരു നിലനിൽപ്പ്, എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ CPMനെ വിമർശിക്കുക എന്നുള്ളതാണ്. CPMനെ വിമർശിക്കാതെ CPIക്ക് ഒരു റോളില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ രണ്ടും ഒരേ സ്വഭാവമുള്ള, ഒരേ ഐഡിയോളജികളുണ്ട് പാർട്ടികൾ. ദേശീയമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഐഡിയോളജിക്കലായ ഡിഫറൻസിനെ തുടർന്ന് വേർപിരിഞ്ഞ രണ്ട് പാർട്ടികൾ. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ എന്തായാലും CPM തന്നെയാണ് ശക്തമായിട്ടുള്ള പാർട്ടി. CPIയുടെ റോൾ എന്താണ്? CPIയുടെ റോൾ എന്ന് പറഞ്ഞാൽ ശരിയായ ഇടത് മാർഗത്തിലേക്ക്, ഇടത് രാഷ്ട്രീയത്തിലേക്ക് CPMനെ ഗൈഡ് ചെയ്യുന്നൊരു പാർട്ടി, അവരെ വിമർശിച്ച് ശരിയാക്കുന്ന പാർട്ടി എന്നൊരു ഫീല് അവരുടെ അണികൾക്കും പൊതുസമൂഹത്തിനും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ CPIക്ക് നിലനിൽപ്പില്ല. CPIയുടെ റോള് തന്നെ ഇല്ലാണ്ടായി മാറുകയാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് CPI ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞത് അത് ഒരേ സമയം തൻ്റെ അണികളോട് സംസാരിക്കുന്നതാണ്, മറുവശത്ത് പൊതുസമൂഹത്തോട് സംസാരിക്കുന്നതാണ്. അതിനിടെ മുഖ്യമന്ത്രിയോടും പറയുകയാണ്, ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ, എന്നാൽ ഞങ്ങളുടെ നിലപാട് ഇതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇവിടെയും തൊടാതെ പറയുകയാണ്. ഇന്ന് തന്നെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതും ശിവൻകുട്ടി പറഞ്ഞതും ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം മുഖ്യമന്ത്രിയെ ഈ ഘട്ടത്തിൽ വിമർശിക്കാനോ അല്ലെങ്കിൽ CPMനെ ശരിയായ ഇടത് രാഷ്ട്രീയം പറഞ്ഞ് ശരിയാക്കാനോ അല്ലെങ്കിൽ ആ കാണിച്ചത് TV നടത്തിയത് അഴിമതിയാണെന്ന് പറയാനൊന്നും തൽക്കാലം CPI സന്നദ്ധമല്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു കാരണം, ബംഗാളിൽ ഇടതുഭരണം അവസാനിച്ചതിന് ശേഷം ഒന്നാം പിണറായി വിജയൻ സർക്കാർ വരുന്നു. അപ്പോൾ ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാർ വരുമ്പോഴുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്, ഇടത് പാർട്ടികൾ ഭരിക്കുന്ന അല്ലെങ്കിൽ CPM ഭരിക്കുന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. അപ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഉള്ള ഒരു സവിശേഷത എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഏറ്റവും ഫ്ലറിഷ് ചെയ്ത, ഏറ്റവും ശക്തമായൊരു കാലത്ത് വരുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. VS അച്യുതാനന്ദൻ കാലത്ത് സോഷ്യൽ മീഡിയയൊക്കെ ഉണ്ടെങ്കിലും അത്ര പ്രചാരത്തിലായിട്ടില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എത്രമാത്രം ഓഡിറ്റ് ചെയ്യപ്പെടും എന്നതിനുള്ള നല്ല ഉദാഹരണമാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ. അപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ ഈ വിയോജിപ്പോടെ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഒരേ സമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും LDF സർക്കാരിനെയും വിമർശിക്കുകയും വോട്ട് ചെയ്യുമ്പോൾ ആ മുന്നണിക്ക് തന്നെ വോട്ട് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവർ പൊതുവെ ലെഫ്റ്റ് ലിബറലുകൾ എന്നാണ് പാർട്ടി പ്രവർത്തകർ അവരെ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ ചെയ്യാറുള്ളത്. ലിബറലുകൾ എന്നാണ് പറയുക. അതായത് പാർട്ടിയെ വിമർശിക്കും, അതേസമയം പാർട്ടിക്ക് വോട്ടും ചെയ്യും, അങ്ങനത്തെ ആളുകളാണ്. ഇത്തരം ആളുകൾ ധാരാളമായി ഒന്നാം പിണറായി വിജയൻ സർക്കാർ നന്നായി ഓഡിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഇരുന്ന് ഒരുപാട് പേരെ നമുക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയാം. പാർട്ടിയെയും മുന്നണിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന, നയങ്ങളെ വിമർശിക്കുന്ന ആളുകൾ അതേസമയം വോട്ട് ചെയ്യുന്നത് LDFനായിരിക്കുകയും ചെയ്യും. ഈ ആളുകൾ ഒരു 3-4 വർഷത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് സൈലൻ്റായി. ആ സൈലൻ്റ് ആവാനുള്ള ഒരു കാരണം, പ്രത്യക്ഷത്തിൽ അനീതി എന്ന് തോന്നുന്ന ഒരു കാര്യം ഇടത് സർക്കാരിൽ നിന്നുണ്ടായാൽ പോലും തൽക്കാലം നമ്മൾ അവരെ വിമർശിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഇത്തരം ആളുകളെത്തി. ആ ആളുകളുടെ നിലപാടിലേക്ക് CPI എത്തിച്ചേരുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഈ പാർട്ടിയെ വിമർശിച്ച് നന്നാക്കുക, സർക്കാരിനെ വിമർശിച്ച് നന്നാക്കുക എന്നുള്ളതല്ല നമ്മുടെ അടിയന്തര ദൗത്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും ദോഷകരമായാണ് ഭവിക്കുക. ഇത് തകർന്നു കഴിഞ്ഞാൽ, ഈ മുന്നണി സംവിധാനം, ഈ പാർട്ടികൾ ദുർബലമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരിക വളരെ പ്രയാസമാണ്. കാരണം ബംഗാളിലെ അനുഭവം, ത്രിപുരയിലെ അനുഭവമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമുക്കിനി ഇടത് വിമർശനം നടത്തി പാർട്ടിയെ നന്നായി കളയാം, ഇടത് വിമർശനം നടത്തി സർക്കാരിനെ നന്നാക്കാം, മുഖ്യമന്ത്രിയെ നന്നാക്കാം എന്നൊന്നും തൽക്കാലം ചിന്തിക്കേണ്ടതില്ല. ഈ പാർട്ടിയുടെ നിലനിൽപ്പ്, ഈ മുന്നണിയുടെ നിലനിൽപ്പ്, സർക്കാരിൻ്റെ നിലനിൽപ്പ് ഒരു ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ വളരെ അത്യന്താപേക്ഷിതമാണെന്ന് അവർ തിരിച്ചറിയുന്നതുകൊണ്ടാണ് അവരെ വിമർശനം നിർത്തുന്നത്. ആ നിലപാടിലേക്ക് CPM ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നിലപാട് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് CPI ആണ്. കാരണം CPIയുടെ
എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് കൂടിയാണ് ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ പുറത്ത് കാണുന്നത്.